എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോൾട്ട് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നെക്ക് ബാൻഡാണ് ഈ ഒരു സി ചാർജ്. ലോഞ്ചായി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് വാങ്ങിച്ചു. എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയും ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ എയർ ഡോപ്സുകൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട പോലെ അതൊക്കെ അങ്ങോട്ട് ആദ്യം ഇട്ടതിന് ശേഷം ഇതിലേക്ക് വരാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, ബോട്ടിന് തന്നെയാണ് എപ്പോഴും ഡിമാൻഡ് ബോൾട്ടിനേക്കാളും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സി ചാർജ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോൾട്ട് ഓഡിയോയുടെ ലോഗോ ഉണ്ട്. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വിക്കി കൗശൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് അംബാസിഡർ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. സി ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ എപ്പോഴും പൊതുവെ ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ HD ഡീപ്പ് ബേസ് ആൻഡ് 3D അക്കോസ്റ്റിക് 1 ഇയർ വാറണ്ടി ബിൽറ്റ് ഇൻ മൈക്രോ എക്സ്ട്രാ ബേസ് ബിൽറ്റ് ഇൻ മൈക്രോ വൂഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ഡിസംബർ 2021, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 4999 രൂപയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് റെഡിലും ബ്ലൂവിലും അവൈലബിൾ ആണ്. 1899 രൂപയാണ് ഇപ്പോൾ ആമസോണിൽ കാണാൻ സാധിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ 1799, 1499, 1599 ഈ പല റേറ്റുകളിലും കാണാറുണ്ട്. ഞാൻ എന്തായാലും വാങ്ങിച്ചത് ഇത് 1599 രൂപയ്ക്കാണ്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പോൾ അതെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നെക്ക് ബാൻഡ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് കൂടെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് സി കേബിള്, കൂടാതെ 100 രൂപയുടെ ഒരു വൗച്ചർ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാവുന്നുണ്ട്. എന്തായാലും അത് അത്യാവശ്യം കൊള്ളാം. 1599 രൂപയുടെ പ്രോഡക്റ്റ്. അപ്പോൾ എനിക്ക് 100 രൂപ കൂടി റെഡീം ചെയ്തിട്ട് 1499 രൂപ കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. പിന്നെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ, കൂടാതെ ഒരു യൂസർ മാനുവൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് ഓഡിയോ സി ചാർജ്. എന്തായാലും അതിലേക്ക് വരുന്നതിന് മുന്നേ 100 രൂപയുടെ വൗച്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമുക്ക് എങ്ങനെ റെഡീം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ boltaudio.com/rewards കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഇമെയിൽ ID, പേര്, നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, പർച്ചേസ് ഡേറ്റ്, പ്രോഡക്റ്റ് മോഡൽ നമ്പറൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൂപ്പൺ കോഡ് വരും. ഈ ഒരു കൂപ്പൺ കോഡ് നെക്സ്റ്റ് പർച്ചേസിൽ ബോൾട്ട് ഓഡിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഒരു 100 രൂപ കുറഞ്ഞ് കിട്ടും. അല്ലാണ്ട് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റിന് 100 രൂപ കുറഞ്ഞ് കിട്ടത്തില്ല. ഇവർക്ക് മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റ് പോയിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 100 രൂപ കുറഞ്ഞ് കിട്ടുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു സംഭവം ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കയ്യിൽ വെക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു നെക്ക് ബാൻഡിന്. ഏറ്റവും മുകളിലായിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നെക്കാണ്. സോഫ്റ്റ് സിലിക്കൺ ബാൻഡ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര സോഫ്റ്റ് ഒന്നും അല്ല. ഇനി കമ്പാർട്ട്മെൻറ്റ്സുകൾ നോക്കുവാണെങ്കിൽ ഇടത് സൈഡിലാണ് നമ്മുടെ MFB വോളിയം കൺട്രോൾ, കൂടാതെ LED ഇൻഡിക്കേറ്റർ, ടൈപ്പ് സി പോർട്ടുകൾ കാണുന്നത്. ഇടത് സൈഡിൽ ബാറ്ററി കമ്പാർട്ട്മെന്റ് ആണ്. എത്ര mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ബോൾട്ട് ഓഡിയോയുടെ ഒരു ലോഗോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇയർബഡുകളോട്ട് കണക്ട് ചെയ്യുന്ന OS എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള OS തന്നെയാണ്. വേറെ കംപ്ലൈൻറ്റ് ഒന്നും കൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ നല്ല ഒരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. 14.2 mm ഡ്രൈവേഴ്സ് ആണ് ഈ നെക്ക് ബാൻഡിൽ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൗഡായിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര mAh ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും 40 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം കമ്പനി പറയുന്നുണ്ട്. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 15 മണിക്കൂറും ഇതിൽ നിന്ന് പ്ലേ ടൈം ലഭ്യമാകും. ഈ ഒരു 40 മണിക്കൂർ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ ആയിരിക്കും 100% ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.2ഉം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതിന് അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വർഷം നമുക്കിന് വാറണ്ടി ഉണ്ട്. വാറണ്ടി പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഈ ഒരു സർവീസ് അവരുടെ ഭയങ്കര മോശമെന്നാണ് ഞാൻ കേട്ടുള്ളത്. എന്തായാലും കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇതുവരെയ്ക്കും അങ്ങോട്ട് സർവീസ് ചെയ്തിട്ടില്ല. ഇനി മൾട്ടി ഫംഗ്ഷൻ ബട്ടനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ ജസ്റ്റ് 1 ടാപ്പിൽ MFPയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ആരാണോ വിളിച്ചത് അവരിലേക്ക് കോൾ റീഡയറക്റ്റ് ആവുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. പിന്നെ നമ്മുടെ വോളിയം അപ്പിലും ഡൗണിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് ആവും, ഡൗൺ ആവും. കൂടാതെ പ്ലസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, മൈനസ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കംഫർട്ട് നോക്കുവാണെങ്കിൽ
കുഴപ്പമില്ല. പക്ഷേ എവിടെയൊക്കെയോ ചെറിയൊരു പ്രശ്നം കണക്ക് എനിക്കുണ്ട്. ഭയങ്കര ഒരു ഡിസ്കംഫർട്ടൊന്നുമില്ല, എന്നാൽ പോലും ചെറിയൊരു 14.2 mm ഡ്രൈവേഴ്സ് ആയതുകൊണ്ടായിരിക്കാം ഇത്തിരി വലിയൊരു സൈസ് ഫീൽ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ചെറിയൊരു പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെ അങ്ങോട്ട് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ചെറിയൊരു ഈ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ചെവിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതാണ് എനിക്ക് ഈ ഒരു കംഫർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇനി നമ്മുടെ ENC പ്ലസ് കോഡ് മൈക്കാണ് ഈ നെക്ക് ബാൻഡിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മൈക്ക് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം, അതിനുശേഷം മ്യൂസിക് ക്വാളിറ്റി പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ ZChargeൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഇൻസൈഡിൽ നമുക്ക് ഒരു ബോൾട്ട് ഓഡിയോ ZChargeൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നാലും ഞാനത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴാണ് കേൾക്കുന്നത്. നിങ്ങളുടെ കമന്റ്, അതായത് നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ബേസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അതായത് നോർമൽ ഒരു ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ട്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ദർശന എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബേസ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും കേൾക്കുന്ന പോലെ ഹേക്കറിന്റെ ബർത്ത് മാർക്ക് കേട്ടപ്പോഴും നല്ല രീതിക്ക് ബേസ് ഉണ്ട്. ഈവൻ 50% നമ്മൾ കേട്ടുപോലും. അതുകൊണ്ട് തന്നെ ബേസ് ലവേഴ്സിന് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. SBC AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ട് കേട്ടാലും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പതർച്ച ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. എന്നാലും ഞാൻ പറയുന്നത് ഒരിക്കലും ഇതിൽ 100% പാട്ട് കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ലൗഡും സൗണ്ടും ഉണ്ട്. വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആയാലും ഇനി അതല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആയാലും ഏതായാലും നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റിൽ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കംപ്ലൈന്റ് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിലെ മേജർ കംപ്ലൈന്റ് എന്ന് പറയാൻ പറ്റുന്നത് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പോലും ചെറിയൊരു ഡിലേ ഉണ്ട്. കൂടാതെ നമ്മുടെ എന്താ പറയുക, ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഉപയോഗിക്കാൻ ചെറിയൊരു പാടുണ്ടാവും. യൂട്യൂബ് ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു സിങ്ക് എന്താ പറയുക, ഒരു സിങ്കിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ ഇൻറ്റേർണൽ പ്ലെയറിൽ, അതായത് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഡിഫോൾട്ട് പ്ലെയറിലൊക്കെ വീഡിയോ കണ്ട് നോക്കിയപ്പോഴത്തേക്ക് വേറെ കുഴപ്പമില്ല. എന്നാലും നമ്മളെല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് യൂട്യൂബാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഡിലേ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. പിന്നെ ഗെയിം കളിക്കാൻ ഇത് ഒട്ടും കൊള്ളത്തില്ല. മ്യൂസിക് കേൾക്കാനാണെങ്കിൽ നിങ്ങളുടെ മെയിൻ പർപ്പസ് മ്യൂസിക്, പിന്നെ നിങ്ങൾ ആ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ, അതും കൂടെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ബോൾട്ട് ഓഡിയോ ZCharge വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. 1899 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാനിത് പറയത്തില്ല. 1899 രൂപയ്ക്ക് ഇത് വർത്തേ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊരു 1199 രൂപ 1000 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചോളൂ. അതർവൈസ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു സംഭവം ഇതിനകത്ത് അത്രയ്ക്കില്ല. മ്യൂസിക്കിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ പ്രോഡക്റ്റുകളുണ്ട് 1000 രൂപയ്ക്ക് ഉള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1199 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോ, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് ഓഡിയോ ZChargeനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.